ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ കാണിക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എന്ന് മെൻഷൻ ചെയ്ത് പറയാറുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പലരും അതിന് താഴെ കമന്റ് ചെയ്യാറുണ്ട്, ഈ ചേട്ടനെല്ലാം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഇല്ലാത്ത ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്ന് പല പല കമന്റുകൾ വരാറുണ്ട്. അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ കാണുന്ന വാഹനം ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഗ്രാൻഡ് വിറ്റാരയിൽ ഏറ്റവും ഇറങ്ങുന്ന ഒരു വേരിയന്റുകളാണ് ഡെൽറ്റ മാനുവൽ. കാരണം അതിന് 14,10,000 രൂപയുടെ അടുത്തേക്ക് പ്രൈസ് വരുന്നുള്ളൂ. നിങ്ങൾ ഈ കാണുന്ന ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് 15.5 ലക്ഷം രൂപയുടെ അടുത്താണ് പ്രൈസ് വരുന്നത്. എൻ്റെ വാഹനം നിങ്ങൾക്കറിയാം ഡെൽറ്റ ഹൈബ്രിഡ് ആണ്. അതിന് ഹൈബ്രിഡ് ആയതുകൊണ്ട് 19 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ ഈ ഡെൽറ്റ വേരിയന്റിലെല്ലാം കൊടുത്തിരിക്കുന്നത് സെയിം ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഹൈബ്രിഡ് ടെക്നോളജിക്കാണ് നമ്മൾ കൂടുതൽ പൈസ പേ ചെയ്യുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇത് 14 ലക്ഷം രൂപയാണ് എൻ്റെ മാനുവലിന് പ്രൈസ്. ഇത് ഓട്ടോമാറ്റിക് ആണ് 15.5 ലക്ഷം രൂപ. അപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് നമ്മൾ ഡെയിലി ലൈഫിന് യൂസ് ചെയ്യുക, അതല്ലാണ്ട് ഒരു ഫാൻസി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രാൻഡ് വിറ്റാരയുടെ തന്നെ 20 ലക്ഷം രൂപ 19.5 ലക്ഷം രൂപ ബഡ്ജറ്റിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡ് കിട്ടും. അതിനകത്ത് പനോറമിക് സൺറൂഫ് പോലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമ്മളുടെ ഡെയിലി ലൈഫിന് യൂസ്ഫുൾ ആവുന്ന ഫീച്ചേഴ്സ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ വേരിയന്റിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയുടെ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് എക്സാക്ട് സിമിലർ ആണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ബേസ് വേരിയന്റ് എടുത്ത് ആക്സസറി ചെയ്താലും ടോപ്പ് എൻഡ് എടുത്താലും ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ലഭിക്കുക. ഇനിയും ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് DRL വരുന്നുണ്ട്. അത് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ. കാരണം നമുക്ക് പകൽ സമയത്തും അത് തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒരു വാഹനം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, പ്രത്യേകിച്ച് മഴ സമയങ്ങളിലൊക്കെ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. ഇപ്പോൾ ZX വേരിയന്റോട് നമുക്ക് പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റുകൾ വരും. ഇനിയും LED മാറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LED അത്യാവശ്യം വിസിബിലിറ്റി കുറവാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഴ സമയത്തൊക്കെ നല്ല വിസിബിലിറ്റിക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ വിസിബിലിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ ഈ യെല്ലോയിഷ് കളർ ലൈറ്റ് തന്നെയാണ് നല്ലത്. അപ്പോൾ ആ ഒരു ഫീച്ചറിന് വേണ്ടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു LED ലൈറ്റുള്ള വാഹനത്തിലേക്ക് മാറ്റാനായിട്ട് മാത്രം അത്രയും പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിനകത്ത് ഇല്ലാത്തൊരു സംഭവമാണ് ഫോഗ് ലൈറ്റ്. അത് ആവശ്യമുള്ള സാധനമാണ്, അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ പല വാഹനങ്ങളും 360 ക്യാമറ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് 15 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ 360 ക്യാമറ മാൻഡേറ്ററി ആയിട്ട് വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ 360 ക്യാമറ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറാണ്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഡിക്കേറ്റേഴ്സ് പല വാഹനങ്ങളുടെയും മിറേഴ്സിലാണ്. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മളുടെ വാഹനത്തിന്റെ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് അലോയ് വീൽസും. അലോയ് വീൽസ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പോൾ പല ആളുകളും അലോയ്സ് കിട്ടാൻ വേണ്ടി മാത്രം ടോപ്പ് എൻഡ് വേരിയന്റുകളിലേക്ക് പോകാറുണ്ട്. അല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യം സ്പെക്ക് കുറവുള്ള ഒരു വാഹനം മേടിച്ചാൽ മതി, അലോയ്സ് ആക്സസറി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ വശങ്ങളിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതും ആഡ് ഓൺ ചെയ്യേണ്ടതും പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ റൂഫ് റെയിൽസ് അത്യാവശ്യം വേണ്ട ഒരു സംഭവം തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. അത് കാരണം ഒന്ന്, നമ്മൾക്ക് ആ വാഹനത്തിന്റെ ലുക്ക് ഒരു SUV ലുക്ക് തരും. രണ്ട്, ഇതിനകത്ത് നമുക്ക് കാരിയേഴ്സ് സംഭവങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് മറ്റേ റൂഫ് ബാർസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലഗേജ് കാര്യങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റൂഫ് റെയിൽസ് ഒരു മസ്റ്റായിട്ട് വേണ്ട ആക്സസറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് SUV ലൈക്ക് കാറുകളിൽ. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന കണക്റ്റഡ് LED ടൈൽ ലൈറ്റ്. അതിപ്പോൾ LED ടൈൽ ലൈറ്റ് ഇല്ലാത്ത വണ്ടി, കണക്റ്റഡ് അല്ലാത്ത വണ്ടിയാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 360 ക്യാമറയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ബാക്കിൽ പല വാഹനങ്ങളുടെയും ഫുൾ LED ലൈറ്റുകളാണ് കൊടുക്കാറ്. അതിപ്പോൾ LED മാറ്റി ഹാലജൻ ആയാലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള സംഭവമാണ് ബാക്ക് വൈപ്പർ. അത് ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ്. ബാക്ക് വൈപ്പർ എല്ലാ വാഹനത്തിലും മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. അതെന്താണെങ്കിലും വേണ്ടതാണ്. പിന്നെ നമുക്ക് കാണാവുന്നത് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ എണ്ണമാണ്. ഇപ്പോൾ പല വാഹനങ്ങളിലും 6 എണ്ണം 8 എണ്ണം ഒക്കെ വരെ ആയിട്ടുണ്ട്. പക്ഷേ മാരുതിയിൽ 4 എണ്ണേ ഉള്ളൂ. 4 എണ്ണം തന്നെ മതി എന്നാണ്. അത് കൂടുതൽ ഉണ്ട് എങ്കിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നല്ലതാണ്. 4 എണ്ണമാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ മിഡിൽ വേരിയൻ്റ് ആണ്. ഇതിനകത്ത്
ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. രാത്രി കാലങ്ങളിൽ പലപ്പോഴും ബൂട്ടിലേക്ക് വന്ന് സാധനം എടുക്കുന്ന സമയത്ത് ബൂട്ട് ലൈറ്റ് യൂസ്ഫുൾ ആണ്. പിന്നെ ബൂട്ടിൽ കൊടുത്തിരിക്കുന്ന 12 വോൾട്ട് ചാർജർ, അതും യൂസ്ഫുൾ ആവുന്ന ഒരു ആക്സസറിയാണ്. കാരണം ഞാൻ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അകം വാക്യൂം ചെയ്യാനും മറ്റ് മൊബൈൽ ചാർജ് ചെയ്യാനും ഒക്കെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. പിന്നെ പാഴ്സൽ ട്രേ, അതും അത്യാവശ്യം കൊടുക്കേണ്ട ഒരു സംഭവമാണ്. കാര്യം നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് ഇതിനകത്ത് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ പാഴ്സൽ ട്രേ ഇല്ലെങ്കിൽ അതൊരു മൈനസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് എന്തായാലും ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ഇത് തന്നെയാണ് ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് വരുന്ന വാഹനങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സീറ്റ് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ 3 പേരേ ഉള്ളൂ, നമുക്ക് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള സാധനം ക്യാരി ചെയ്യണമെങ്കിൽ ആ ഒരു സീറ്റ് മാത്രം ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അതല്ല ബെഞ്ച് ഫോൾഡിംഗ് ആണെങ്കിൽ ഫുള്ള് സീറ്റ് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് സ്പ്ലിറ്റ് സീറ്റും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡുകൾ വാഹനങ്ങളൊക്കെ കാണുന്നതാണ് ഓട്ടോ ടെയിൽ ഗേറ്റിന്റെ ഓപ്ഷൻ. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി 1-2 ലക്ഷം രൂപ അഡീഷണൽ കൊടുക്കുന്നത് മണ്ടത്തരമാണെന്ന് തന്നെയാണ് അഭിപ്രായം. നമുക്ക് എന്താണെങ്കിലും മാനുവലി ഇത് ക്ലോസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അതെന്തായാലും പുറത്തിറങ്ങി ക്ലോസ് ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല. ഇനി നമുക്ക് ഇന്റീരിയറിൽ നോക്കാം. അതിനു മുമ്പ് റിക്വസ്റ്റ് സെൻസർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പല സന്ദർഭങ്ങളിൽ നമ്മൾ 2 കയ്യിൽ ബാഗൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു വിരലും കൊണ്ടൊക്കെ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ വാഹനം തുറക്കും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം റിക്വസ്റ്റ് സെൻസർ. ഇപ്പം നമ്മൾ വാഹനം ലോക്ക് ചെയ്ത് പോകുന്ന സമയത്താണെങ്കിലും ചാവി തപ്പി പിടിച്ചെടുത്തുനിന്ന് ലോക്ക് ചെയ്യുന്നതും വേണ്ട, അതിനകത്ത് ഞെക്കിയിട്ട് ഞങ്ങൾ പോയാൽ മതി. താക്കോല് പോക്കറ്റിലുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇനിയും അകത്തെ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡോർ പവർ വിൻഡോ, അതൊക്കെ കോമൺലി വരുന്നതാണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ 100% എല്ലാ വാഹനങ്ങളിലും വേണം. എന്നാലാണ് ഡ്രൈവർക്ക് 2 മിറേഴ്സും ഡ്രൈവർ സൈഡിൽ ഇരുന്ന് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പല ബേസ് വേരിയന്റ് വാഹനങ്ങളിലും അത് കൊടുക്കുന്നില്ല. പിന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അത് എപ്പോഴും നല്ലത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അധികം പൈസ കൊടുത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റിന്റെ യാതൊരു ആവശ്യവും തന്നെ വരുന്നില്ല. കാരണം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഹൈറ്റ് മാത്രമാണ്. മറ്റെല്ലാം നമുക്ക് മാനുവലി ഈസിലി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക് ആണ് എങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും അത് ഫംഗ്ഷനായി വരാനും എടുക്കുന്ന ഒരു ടൈം ഡിലേ പ്ലസ് ഈ നമ്മളുടെ ഇലക്ട്രിക് ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ്, ഇലക്ട്രിക് സീറ്റിലൊരു അഡ്വാൻറ്റേജ് അതിനകത്ത് മെമ്മറി ഫംഗ്ഷനും കൂടി ഉണ്ട്. എങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ 2 പേര് ഒരുമിച്ച് വാഹനം യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ മെമ്മറി സെറ്റ് ചെയ്ത് വെച്ചാൽ അവരുടെ ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് മാത്രമാണ് അതിനകത്തുള്ളൊരു പ്ലസ് ആയിട്ട് വരുന്നത്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇപ്പോൾ പലരും നോക്കി നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണ്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈസിലി സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഹെഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കോമൺലി വരുന്നൊരു ഫീച്ചറാണ്. ഇനി അകത്തു നിന്നുള്ള യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതുമായ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യും. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളുടെയും എല്ലാ വേരിയന്റുകളുടെയും മോസ്റ്റ്ലി ഇന്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം സിമിലർ ആയിരിക്കും. ഓരോ വേരിയന്റുകൾ പോകുമ്പോൾ ലെതർ ഫിനിഷ് വരും, അല്ലെങ്കിൽ കളർ ടോണിൽ ചെറിയൊരു മാറ്റം വരും. അതെല്ലാമാണ് വരുന്ന ഒരു മാറ്റങ്ങൾ. അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് നമ്മളിപ്പോൾ ലക്ഷങ്ങൾ കൂടുതൽ കൊടുത്ത് ഒരു ഇൻറ്റീരിയറിന് ഒരു സ്റ്റൈൽ കിട്ടാനായിട്ട് അത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നത് വെർത്താണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഇനിയും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരും ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് വേണമെന്ന് പറയാറുണ്ട്. ഇതിനകത്ത് ടിൽറ്റ് ഫീച്ചർ പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പുതിയ വാഹനം മേടിച്ചിട്ട് 10 കൊല്ലം ആൾക്കാരായാലും ടെലസ്കോപ്പ് യൂസ് ചെയ്യാത്ത പല ആളുകളെയും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെന്ന് തന്നെ മറന്നു പോകുന്നവരായിരിക്കും പലരും. അതുകൊണ്ട് ടെലസ്കോപ്പിക്കിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അധികം വരാറില്ല. ഇനിയും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ്. കാരണം അത് നമുക്ക് വയർലെസ് ആയിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് തന്നെ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. ഇനിയും ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലെയുള്ള പല ഫീച്ചേഴ്സും കാണാറുണ്ട്. അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. എൻ്റെ വാഹനത്തിൽ ക്രൂസ് കൺട്രോൾ നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾക്കോട്ട് ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാനിപ്പോൾ വാഹനം മേടിച്ചിട്ട് 4000 കിലോമീറ്റർ ഓടി, ഒരു പ്രാവശ്യം 2 പ്രാവശ്യമാണ് ക്രൂസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിരിക്കുന്നത്. അപ്പോൾ അത്രയും വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവത്തിന് വേണ്ടി അധികം പൈസ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് യൂസ്ലെസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പാഡിൽ ഷിഫ്റ്റേഴ്സ് അധികം യൂസ് ചെയ്ത് ഓടിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക് ആണെങ്കിലാണ് അവർ പാഡിൽ ഷിഫ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് തന്നെ മറന്നു പോകുന്നവരാണ് പല ആളുകളും. എസ്പെഷ്യലി ലേഡീസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് ഇത്രയും കൺട്രോൾസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ബാക്കിയൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇനിയും നമുക്ക് ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി അഡീഷണൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാലും അതിപ്പോൾ ഡിജിറ്റൽ ആണെങ്കിലും അനലോഗ് ആണെങ്കിലും സിമിലർ ആണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല.
നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം റീഡബിൾ ആയിട്ടിരുന്നാൽ മാത്രം മതി. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയണം. ഇനി ഫുൾ HD ഫുൾ സ്ക്രീനൊക്കെ വരുന്ന വാഹനങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നാവിഗേഷൻ്റെ കൺട്രോൾസും കൂടി മ്യൂസിക്കിൻ്റെ കൺട്രോൾസും കൂടി അല്ലെങ്കിൽ മീഡിയയുടെ കൺട്രോൾസും കൂടി ലഭിക്കാറുണ്ട്. അത് യൂസ്ഫുൾ ആണ്. കാരണം നമ്മളുടെ എന്താ പറയുക അങ്ങോട്ട് മാറ്റി, അതായത് നമ്മുടെ ഇതിനകത്തേക്ക് നോക്കി നമ്മൾ സമയം കളയേണ്ടതായിട്ട് വരുന്നില്ല. കുറച്ചും കൂടി നമുക്ക് ഓടിക്കുന്ന സമയത്ത് തന്നെ നോക്കി അത് ഇപ്പോൾ നാവിഗേഷൻസൊക്കെ നോക്കി വാഹനം ഓടിക്കാനായിട്ട് പറ്റും. അത് മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ടുള്ള ഒരു അഡീഷണൽ യൂസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പല വാഹനങ്ങളിലും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ആ വശത്തെ ക്യാമറ വരാറുണ്ട്. അതും വേണമെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് പറയാം. പക്ഷേ അതിനൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 5-6 ലക്ഷം രൂപയ്ക്കാണ് അഡീഷണലി ആ ഒരു ഫീച്ചറിന് വേണ്ടി ചിലപ്പോൾ പേ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ വലിപ്പം ഒരു മിനിമം 10 ഇഞ്ചെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാകുമ്പോൾ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അതല്ലാണ്ട് ഇതിനകത്ത് ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റണം എന്നുള്ളതൊരു ഫീച്ചറായിട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വാഹനം ഇപ്പോൾ പലരും ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ കയറ്റുന്നത് വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് ബിൽറ്റ് ഇൻ വരുന്ന ഒരു സിസ്റ്റത്തിലും ഡയറക്റ്റ്ലി വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരാറില്ല, എസ്പെഷ്യലി കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. കാരണം അത് ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഇതിനെ ബാധിക്കും, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്രദ്ധ അതിനകത്തേക്ക് പോകും. അത് പല ആക്സിഡൻസിനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആൻഡ്രോയിഡ് സ്ക്രീനുകൾ പല വാഹനങ്ങൾ മാനുഫാക്ചേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും വീഡിയോ പ്ലേ ബാക്കിൻ്റെ ഓപ്ഷൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാത്തത്. അല്ലാത്ത സമയത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ 18 സ്പീക്കർ, 10 സ്പീക്കർ, 15 സ്പീക്കർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. പക്ഷേ ഡെയിലി വാഹനം ഉപയോഗിക്കുന്ന ആൾ ചിലപ്പോൾ വാഹനം ഉപയോഗിക്കുന്ന ഡെയിലി ഓഫീസിൽ പോകാനും അല്ലെങ്കിൽ തിരിച്ചു വരാനായിരിക്കാം. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് വാഹനം ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിലിരുന്ന് ഫോണായിരിക്കും കൂടുതൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെയ്യുക. അവനെ സംബന്ധിച്ച് 10 സ്പീക്കറിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ടോ, ഒരു 18 സ്പീക്കറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല. ബേസിക്കായിട്ട് വേണ്ട 4 സ്പീക്കർ 4 ട്യൂട്ടറും മോർ ദാൻ ഇനഫാണ്. കേൾക്കുന്ന സമയത്ത് അത്യാവശ്യം ക്ലാരിറ്റി ആയിട്ട് കേൾക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടാറ്റ വാഹനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ സൗണ്ട് മോഡുകൾ, അത് ഇത് മറ്റേത് മറിച്ചത്, ഇതൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ശരിക്കും റിയൽ ലൈഫിലൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ വാഹനം VXi വേരിയൻ്റാണ്, മീൻസ് നമ്മളുടെ ഡെൽറ്റ വേരിയൻ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് യൂസ് ചെയ്യും, മാപ്പ് കണക്ട് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ശരിക്കും മോസ്റ്റ്ലി ഒരു 90% ആളുകളും ഡെയിലി യൂസ് ചെയ്യുന്ന കാറുകളിൽ മാക്സിമം യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ്. അതിന് താഴേക്ക് നമുക്ക് ഓട്ടോ AC യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെല്ലാം സേഫ്റ്റിയുടെ ഭാഗമാണ്, ട്രാക്ഷൻ കൺട്രോൾ, മറ്റ് സംഭവങ്ങൾ. ഓട്ടോമാറ്റിക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഓട്ടോമാറ്റിക്. അതൊരു ഫീച്ചറായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇനിയത്തെ കാലത്ത് ഓട്ടോമാറ്റിക്കാണ് എല്ലാവരും ചൂസ് ചെയ്യേണ്ടത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ പാർക്ക് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡ്. ഇതിനു വേണ്ടി അഡീഷണൽ സ്പൈസസ് സ്പെൻഡ് ചെയ്യുന്നത് നഷ്ടമാണ്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണെങ്കിലും മതി. ഇപ്പോൾ ഓട്ടോ ഹോൾഡ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആകുമ്പോൾ പിന്നെ ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. അതുകൊണ്ട് ഇതിപ്പോൾ VXi ഇപ്പോൾ മറ്റേ വിക്ടോറിയസിൻ്റെ VXiയിൽ ഇത് ലഭിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതില്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻറ്റർ ആംറെസ്റ്റ് മസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത്രയും വാഹനം ഓടിക്കുന്ന സമയത്ത് കംഫർട്ട് വരുന്നൊരു സംഭവം വേറെ ഇല്ല. ഇനിയും സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പലരും മറന്നു പോകുന്ന ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ വാഹനത്തിൽ ഒരു പ്രാവശ്യമാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പലരും അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെന്ന് തന്നെ മറന്നു പോകാറുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സൺവൈസസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മിറർ ആൻഡ് ലൈറ്റ് യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ്. ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ. പിന്നെ ഓട്ടോ ഡിമ്മിങ് IRVMs, അതും അതിന് വേണ്ടി അഡീഷണൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ, ഒരു വാഹനത്തിൽ റീസെൻ്റ്ലി വന്ന സർവേ പ്രകാരം ആരും യൂസ് ചെയ്യാത്തൊരു ഫീച്ചറായിരുന്നു നമ്മുടെ സൺഗ്ലാസ് ഹോൾഡർ. പിന്നെ പനോറമിക് സൺറൂഫ് ഇതിനകത്തില്ല. ഇപ്പോൾ സൺറൂഫ് ഉള്ള വാഹനങ്ങൾ എടുക്കാനായിട്ട് പലരും 50,000 തൊട്ട് 1 ലക്ഷം രൂപ വരെ അഡീഷണലി സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രം തുറക്കുന്ന ഒരു സൺറൂഫിന് വേണ്ടി അഡീഷണൽ സ്പൈസ് സ്പെൻഡ് ചെയ്യുന്നത് ലോക മണ്ടത്തരമാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇൻറ്റീരിയർ എന്നുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കൂൾഡ് ഫീച്ചർ ആൻഡ് ലൈറ്റ് യൂസ്ഫുൾ ആണ്. പല മരുന്നൊക്കെ നമുക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പലർക്ക് വേണമെങ്കിലും അതിനകത്ത് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ വെതറിൻ്റെ സമയത്ത് ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് കൂൾഡായിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ അത് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്ക് യാത്രയിലുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ആംറെസ്റ്റ് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ്. നല്ല കംഫർട്ടായിട്ടുള്ള യാത്ര തരും നമുക്കത്. പിന്നെ ബാക്കിലെ സീറ്റ് ഒന്ന് റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. ഇതിനകത്ത് ഒരു സിംഗിൾ റിക്ലൈനിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതും നല്ലൊരു യാത്ര കംഫർട്ട് തരും. അതും അത്യാവശ്യം വേണ്ട 2 ഫീച്ചറുകളാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ബാക്കിലേക്ക് AC വെൻസും
2 ചാർജിങ് പോർട്ടുകളും 110% വാഹനത്തിൽ വേണം. കാര്യം AC ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ മസ്റ്റാണ്. ബാക്കിലെ ചാർജിങ് പോർട്ടുകൾ ഇപ്പോൾ ഈ വാഹനത്തിൽ 4 അല്ലെങ്കിൽ 5 പേര് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ 10 ഫോണെങ്കിലും മിനിമം കാണും. അതൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ആകപ്പാടെ 2 ചാർജിങ് പോർട്ട് കൊണ്ട് പറ്റില്ല. അപ്പോൾ ബാക്കിൽ ചാർജിങ് പോർട്ടും യൂസ്ഫുൾ ആവുന്നൊരു ഫീച്ചറാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു വാഹനത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും വേണ്ടാത്ത ഫീച്ചേഴ്സും. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു വാഹനം സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. എപ്പോഴും ഒരു കാരണവശാലും നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഫീച്ചേഴ്സിൻ്റെ പുറകെ പോകാണ്ട് നമ്മൾക്ക് ഡെയിലി ലൈഫിന് യൂസ് ആവുന്ന മിനിമം ഫീച്ചേഴ്സും പിന്നെ വാഹനത്തിൻ്റെ കംഫർട്ട്, പിന്നെ മൈലേജ്, സേഫ്റ്റി കാര്യങ്ങൾ നോക്കി മാത്രം വാഹനം എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ പുതിയ വാഹനം ഇറങ്ങി, അപ്പോൾ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സിമിലർ സേഫ്റ്റി ആയിരിക്കും. പിന്നെ വരുന്നൊരു സംഭവമാണ് അഡാസ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മാത്രം കേരളത്തിലെ റോഡുകളിൽ യൂസ്ഫുൾ ആണ്. അല്ലാത്ത സമയത്ത് ഒരു സമയത്ത് നമുക്കത് യൂസ്ഫുൾ അല്ല. ഒരു 90% യൂസ്ലെസ് ആയിട്ട് വരുന്നൊരു സംഭവമായിട്ടായിരിക്കും പല സമയത്ത് നമുക്ക് അഡാസ് ഫീൽ ചെയ്യുക. പലരും അഡാസിലെ പല ഫീച്ചേഴ്സും ഓഫ് ചെയ്തിട്ടാണ് ഓടിക്കുക. എന്നാൽ അത് യൂസ്ഫുൾ ആവുന്ന പല ആളുകളും ഉണ്ടാകും. അപ്പോൾ അത് സേഫ്റ്റിയുടെ ഭാഗമാണ്, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. പിന്നെ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഡാഷ് ക്യാം. ഇപ്പോൾ ഹ്യൂണ്ടായുടെ പല വാഹനങ്ങളിലും കാണാം, മാരുതിയിൽ ചില വാഹനങ്ങളിലാണ് വന്നു തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യണം. അപ്പോൾ ഡാഷ് ക്യാം നിങ്ങൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഫ്രണ്ടും ബാക്കും റെക്കോർഡിങ്ങുള്ള ഡാഷ് ക്യാം 100% വാഹനത്തിൽ ഉണ്ടായിരിക്കണം. അത് മസ്റ്റായിട്ട് വേണ്ട ഒരു ആക്സസറിയാണ്. അപ്പോൾ ഇതാണ് വേണ്ട ആക്സസറീസും വേണ്ടാത്ത ആക്സസറീസും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് തപ്പിപ്പോകാണ്ട് നിങ്ങൾ ഡെയിലി ലൈഫിന് നിങ്ങളുടെ വാഹനത്തിൻ്റെ യൂസ് എന്താണ്, അതിന് യൂസ്ഫുൾ ആവുന്ന ഫീച്ചേഴ്സ് മാത്രം കൺസിഡർ ചെയ്ത് ബാക്കി വാഹനങ്ങളുടെ സേഫ്റ്റി, പിന്നെ അതിൻ്റെ എൻജിൻ പെർഫോമൻസ്, മൈലേജ് കാര്യങ്ങൾ കൺസിഡർ ചെയ്തെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ ഒരു വാഹനം എടുത്തു, അതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ് എങ്കിൽ കൂടെ സേഫ്റ്റി ബേസ് വേരിയൻ്റായിട്ട് കോമൺ ആയിട്ട് ടോപ്പ് എൻഡ് വരെ സിമിലർ ആയിരിക്കും. 6 എയർ ബാഗ്, ഗ്ലോബൽ എൻക്യാപ്പ് ഒക്കെ സിമിലർ ആയിരിക്കും. പിന്നെ ആ വാഹനത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവേണ്ട ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ട് വാഹനം എടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എനിക്ക് പേഴ്സണലി തോന്നിയ കുറേ സംഭവങ്ങളാണ്. ഇനിയും പലർക്കും ഞാൻ ഈ പറഞ്ഞ പല ഫീച്ചേഴ്സും യൂസ്ഫുൾ ആവുന്ന ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞ എനിക്ക് യൂസ്ഫുൾ ആവുന്ന പല ഫീച്ചേഴ്സും പലർക്കും യൂസ് ആവാത്തവരും ഉണ്ടാവും. അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് വീണ്ടും നമുക്ക് ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.